ഹായ് എവരിവൺ, ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഒരു ഡോഗിന് ആരെങ്കിലും ഇപ്പോൾ പുതുതായിട്ട് വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ചെറിയൊരു ഷോർട്ട് വീഡിയോ. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ഡോഗിനെ നിങ്ങൾ എടുക്കണോ അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. അത് ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ യു ഗൈസ്. നിങ്ങൾക്കൊരു പെറ്റ് ഫ്രണ്ട്ലി ഒരു ഭയങ്കര കാമായിട്ടുള്ള ഡോഗിനാണോ വേണ്ടത്, ഭയങ്കര ആക്റ്റീവ് ആണോ, ടോയ് ബ്രീഡ്സ്, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ റെഫർ ചെയ്ത് വാങ്ങിക്കണം. പക്ഷേ ഒരു ക്യൂരിയോസിറ്റി മാത്രമായിട്ട് കണ്ടിട്ട് ഒരു ഡോഗിനെ വാങ്ങിക്കാൻ പോകരുത്. നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പിന്നെയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ പുറത്തൊക്കെ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ മെയിൻ്റെനൻസ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതും ഒരു ജോലിക്കൊക്കെ പോയി വന്നിട്ട് ഇവരെന്നെ ഇവരുടെ ക്ലീൻ ചെയ്യലും ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങളൊരു ഡോഗിനെ വാങ്ങിക്കുക. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ മോർണിംഗ് ഒരു 9:30 ജോലിക്ക് പോകുന്ന ഒരാളാണെന്ന് വിചാരിച്ചോ. ഒരു 7:30 നിങ്ങൾക്ക് എഴുന്നേൽക്കേണ്ടി വരും. എന്നിട്ട് അവരുടെ റൂം പോയിട്ട് വൃത്തിയാക്കേണ്ടി വരും. ഇപ്പോൾ അവർ പീ ചെയ്യുന്നു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അത് പോയിട്ട് മൊത്തത്തിൽ ക്ലീൻ ചെയ്യേണ്ടി വരും. എന്നിട്ട് അവർക്ക് നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. എപ്പോഴും നമുക്ക് ജസ്റ്റ് അവരുടെ ഡോഗ് ഫുഡ് പെട്ടെന്ന് വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് ആ പരിപാടി നടക്കില്ല. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് അവർക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ അവർ ചീവി കൊടുക്കണം രാവിലെ. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ ജോലിക്ക് പോയി തിരിച്ച് വരുമ്പോൾ ഒരു 9 o'clock ഒക്കെ ആവുകയാണെങ്കിൽ പിന്നെയും സെയിം തിങ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീട് ഫുള്ള് ഡെയിലി അടിച്ചു വാരി തുടച്ചിടേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങൾ അവരെ നമ്മൾ പുറത്ത് കൊണ്ടുപോകേണ്ടി വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഫുൾ ഡേ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വരുന്നതായിട്ട്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ അവരെന്തായാലും നമ്മൾ പുറത്ത് കൊണ്ടുപോകേണ്ടി വരും. ഒരു വാക്കിനോ അല്ലെന്നുണ്ടെങ്കിൽ ടെറസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ടെറസിൽ പോയിട്ട് അവരോട് കൂടെ കളിക്കുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും അവരെ ഒറ്റയ്ക്ക് വെച്ചിട്ട് എവിടെയും പോകാൻ പറ്റില്ല. അതൊരു ലൈഫ് ടൈം കമ്മിറ്റ്മെൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ഒരു ബേബീനെ നോക്കണ പോലെ നമ്മൾ അവരെ നോക്കേണ്ടി വരും. നാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബോർഡിങ്ങിലാക്കേണ്ടി വരും. അതും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. കുറേ ഡേയ്സൊക്കെ നാട്ടിൽ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ഡേയ്സ് ഇവർ ബോർഡിങ്ങിൽ നിൽക്കണം. അത് നമുക്കൊരു ഡിസ്കംഫർട്ടായിരിക്കും. കാരണം അവരെങ്ങനെ ഇരിക്കും, എന്തായിരിക്കും ഒന്നും അറിയില്ല. പിന്നെ ഇതിന് ഒരു ക്യൂരിയോസിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഡോഗിനെ വാങ്ങിച്ചിട്ട് പിന്നെ നമുക്ക് നേരാവണ്ണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ ഇതിനെ കൊടുത്താലോ എന്ന് തോന്നിപ്പോവും. പക്ഷെ വൺസ് അറ്റാച്ച് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതൊരു ബാധ്യതയായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും വരരുത്. സോ അത് കാരണം കൊണ്ട് ഞാൻ പറയുകയാണ്, ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങളൊരു പെറ്റിനെ പോയിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഗുഡ് നൈറ്റ് ഗൈസ്.